മന്ത്രി വി അബ്ദുൾ റഹിമാന്റെയും അദ്ദേഹത്തിന്റെ മണ്ഡലമായ താനൂരിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സിറ്റിംഗ് MLA, അതും മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ, ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ആ മണ്ഡലം വിട്ട് രായ്ക്ക് രാമാനം ഓടിയൊളിക്കുകയും മറ്റൊരു മണ്ഡലത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തത് ആദ്യം ആണ് കേരളം കാണുന്നത്. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരും, അർജന്റീനയുടെ കൊച്ചിയിൽ ഏറ്റുമുട്ടുന്നതൊക്കെ നമ്മൾ കാണും എന്നൊക്കെ പറഞ്ഞതു മാത്രമേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കുറ്റമായി നമ്മൾ കാണുന്നുവെങ്കിലും മണ്ഡലത്തിനകത്തും പുറത്തും ആ മന്ത്രിമാന്യൻ പരാജയപ്പെട്ട് നാണം കെട്ട കഥ നാട്ടിൽ പാട്ടായതോടുകൂടിയാണ് ഇങ്ങനെയൊരു ഒളിച്ചോട്ടത്തിന് അബ്ദുൾ റഹിമാൻ എന്ന മന്ത്രി തയ്യാറായത്. അദ്ദേഹത്തിന് ചെറിയൊരു മര്യാദ ഉള്ളത് കൊണ്ടാണ് മണ്ഡലം വിട്ട് ഓടിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അതേ മണ്ഡലത്തിൽ തൂങ്ങി നിൽക്കുന്ന മന്ത്രിമാർ അടക്കമുള്ളവർ ഓടുന്ന ഓട്ടം ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അങ്ങനെ താനൂർ എന്ന മലപ്പുറം ജില്ലയിലെ മണ്ഡലത്തിൽ 2016-ലും 2021-ലും മത്സരിച്ച് ജയിച്ചു എന്നു മാത്രമല്ല മന്ത്രിയുമാക്കി. ആ പ്രവർത്തനത്തിൽ താനും തൻ്റെ സർക്കാരും പൂർണ്ണ പരാജയമാണെന്ന് പറയുകയും സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷവും വീട്ടിൽ ഒളിച്ചിരിക്കുകയും ഫോൺ ഓഫ് ചെയ്ത് ആളുകളെ കാണാൻ പോലും കൂട്ടാക്കാതിരിക്കുന്നതും ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും പുറത്തു പോകാൻ അനുവദിക്കാതിരുന്നത് ചില രഹസ്യങ്ങൾ പറയും എന്നുള്ളത് കൊണ്ടാണ് CPM നേതൃത്വം. അതുകൊണ്ട് താനൂരിലെ സ്ഥാനാർത്ഥിക്ക് തിരൂറും സീറ്റ് നൽകുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. 2 സീറ്റിലും അബ്ദുൾ റഹിമാൻ സ്ഥാനാർത്ഥിയാണോ എന്ന് പരിഹസിക്കുമ്പോഴും CPM ഒരു സ്ഥാനാർത്ഥിക്കായി ഇപ്പോൾ പരക്കം പായുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് ചുറ്റും നടക്കുകയാണ് CPM നേതൃത്വം. ഇവരാണ് UDFിലെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകി എന്നും പറഞ്ഞ് ഓരിയിട്ടുകൊണ്ടിരുന്നത്. ഈ നിമിഷം UDFിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് അവർ പ്രചരണമെല്ലാം തുടങ്ങിയിട്ടും താനൂരിൽ ചെയ്യുന്നത് കണ്ടാൽ ഈ മുന്നണിയുടെ ഗതികേട് മനസ്സിലാകും. അതായത് താനൂരിൽ സ്ഥാനാർത്ഥിയായി ആരെയും കിട്ടാത്തത് കൊണ്ട് മുസ്ലിം ലീഗ് നേതാവിനെ നോട്ടമിട്ട് LDF കറങ്ങുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി VKM ഷാഫിയുമായി ഇടത് നേതാക്കൾ ചർച്ച നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കാൻ LDF ക്യാമ്പിൽ വലിയ നീക്കങ്ങളാണ് നടക്കുന്നതെങ്കിലും LDFിൻ്റെ വാഗ്ദാനം ഷാഫി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. അങ്ങനെ മണ്ഡലത്തിൽ ഷാഫിയെ കിട്ടിയില്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒരു ജയനെ പിടിച്ച് മത്സരിപ്പിച്ചേക്കാനും സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 48 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കെയാണ് ഈ സ്ഥാനാർത്ഥിയെയും തപ്പി നടക്കുന്നത് എന്നോർക്കണം. താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെ അബ്ദുൾ റഹിമാൻ മന്ത്രിയെ തിരൂരിലേക്ക് മാറ്റിയതിൽ പ്രവർത്തകർക്ക് വലിയ അതൃപ്തിയാണുള്ളത്. പക്ഷെ താനൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് വിറക്കുന്ന സിറ്റിംഗ് MLAയുടെ അവസ്ഥ കാണുമ്പോഴാണ് സങ്കടം തോന്നുന്നത്.